ഈ തായിഫ്, അബ്ഹ, അൽബഹ അങ്ങനെ സ്ഥലങ്ങളിൽ പോയിട്ട് 500-1000 റിയാലൊക്കെ ചെലവാക്കാണ്. ഈ ഒരു എമൗണ്ടിന് നമുക്ക് സൗദിനെ പുറത്ത് അസർബൈജാനും ജോർജിയയിലും പോയിട്ട് 3 നൈറ്റ് 4 ഡേയ്സ് പാക്കേജിൽ നമുക്ക് തിരിച്ചു വരാം. നമ്മളിപ്പം സൗദി അറേബ്യയിൽ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കേജാണ് നമ്മൾ ഈ റമദാൻ കഴിഞ്ഞിട്ടുള്ള പെരുന്നാളിന് നമ്മൾ ചെയ്യുന്നത്. 1-2 ദിവസം ലീവ് ഉണ്ടെങ്കിലും എന്തിനാ വെറുതെ സൗദി തന്നെ അയക്കണേ? നമുക്ക് ഒന്ന് സൗദിക്ക് പുറത്തു പോയി വന്നൂടെ? 1000-1200 റിയാലിനൊക്കെയുള്ള പാക്കേജുകൾ, വിദേശ ടൂർ പാക്കേജുകൾ ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ജിദ്ദയിലെ ഷറഫയിലുള്ള അറേബ്യൻ സ്കൈ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഇത് ഷറഫയിൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് സെൻ്ററാണ് അവിടെ കാണുന്നത്. നമ്മുടെ പാർക്കിങ് ഇവിടെ ഇഷാറ ട്രാഫിക് കൂടെ കാണാം. ഇതിൻ്റെ ഇടയിൽ അടുത്ത് തന്നെയാണ് ഈ ട്രാവൽസ്. ഒരു സൗദിക്കകത്ത് പുറത്തുള്ള ഒരുപാട് പാക്കേജുകൾ വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാരഥി പ്രിയപ്പെട്ട മുഹമ്മദ് നഷ്രിഫാണ് എന്നോടൊപ്പം ഉള്ളത്. നഷ്രിഫായി, എന്തൊക്കെ 1000-1200 റിയാലിനൊക്കെ ഉള്ള പാക്കേജുകൾ, ടൂർ പാക്കേജുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്? എന്തൊക്കെയാണ് ഒന്ന് വിശദമായിട്ട് പറയോ? നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗദിൻ്റെ പുറത്തും പിന്നെ സൗദിൻ്റെ ഉള്ളിലായിട്ടുമാണ്. ഓക്കെ. സൗദിൻ്റെ പുറത്ത് പറയുകയാണെങ്കിൽ അസർബൈജാന്, ജോർജിയ, അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് അടിച്ചൊളിച്ചില്ലാക്കുകയാണെങ്കിൽ യൂറോപ്പിലേക്ക്, നെതർലാൻഡ്, സ്വിറ്റ്സർലൻഡ്, പാരീസ്, നോർവ, അങ്ങനെ പല രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മൾ പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടും ഗ്രൂപ്പായിട്ടുമുള്ള പാക്കേജ് ചെയ്യാറുണ്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് വരുന്ന യൂറോപ്യൻസ്, മറ്റ് എക്സ്പെർട്ടേഴ്സ് സൗദി എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോൾ അവർക്കുള്ള A to Z, എയർപോർട്ട് ടു എയർപോർട്ട് എല്ലാ സർവീസും സൗദിയിലെ ഏത് സ്ഥലത്തും നിങ്ങൾ കൊണ്ടുപോകും? അതെ, ഏത് സ്ഥലത്തും. അതായത് ഇപ്പൊ അവർ എവിടെയാണോ അവർക്ക് പോകേണ്ടത് അവിടത്തേക്കുള്ള എല്ലാ സൗകര്യങ്ങളും, ഹോട്ടലായിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, ഗൈഡ് ആയിക്കോട്ടെ. ഈവൻ ഗൈഡിന്റെ പറയുകയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ബേസിൽ ചൈനീസ് സംസാരിക്കുന്ന ഗൈഡ് ഉണ്ട്, അതേപോലെ അറബിക് സംസാരിക്കുന്ന ഗൈഡ് ഉണ്ട്, അതേപോലെ മറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന ഗൈഡ് ഉണ്ട്. കസ്റ്റമർക്ക് അനുസരിച്ചിട്ടുള്ള പാക്കേജുകൾ, കാര്യങ്ങളും എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ സൗദിക്കകത്തുള്ളത്. നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്, അതിലേക്ക് നമുക്ക് വരാം. മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് സൗദിയിൽ ഉള്ള പ്രവാസികൾക്ക് ലീവ് ഉണ്ടാകുന്ന സമയത്ത് 1-2-3 ദിവസം, പ്രത്യേകിച്ച് പെരുന്നാൾക്കൊക്കെ വരാൻ പോവാം, ചെറിയ പെരുന്നാളൊക്കെ, ആ സമയത്തൊക്കെ ചെറിയ ടൂർ പാക്കേജുകൾ നിങ്ങൾ എന്താണ് അറേഞ്ച് ചെയ്തത്? ശരിക്കും നമ്മളെ മലയാള ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ വീക്കെൻഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏത് ഹോളിഡേയ്സിൽ വരുന്ന സമയത്ത് അവർ ഈ തായിഫ്, അബ്ഹ, അൽബഹ അങ്ങനെ സ്ഥലങ്ങളിൽ പോയിട്ട് 500-1000 റിയാലൊക്കെ ചെലവാക്കാണ്. ഈ ഒരു എമൗണ്ടിന് നമുക്ക് സൗദിനെ പുറത്ത് അസർബൈജാനും ജോർജിയയിലും പോയിട്ട് 3 നൈറ്റ് 4 ഡേയ്സ് പാക്കേജിൽ നമുക്ക് തിരിച്ചു വരാം. ഇതിന്റെ എല്ലാ, അതായത് പിന്നെ ടിക്കറ്റ്, വിസയും ഒഴികെ. ഇപ്പോ അസർബൈജാൻ അത് എടുക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും നമുക്ക് വിസ സൗകര്യങ്ങൾ, അതേപോലെ ടിക്കറ്റ് സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഒരാൾക്ക് വേണ്ടുന്ന ആള് ഫ്രീ ആയിട്ട് കിട്ടിയാൽ മതി. മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അവിടെ എയർപോർട്ടിൽ അറൈവ് ചെയ്തത് മുതൽ അവിടെയുള്ള ടൂർ ഈ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും അവിടുത്തെ ഹോട്ടൽ അക്കോമഡേഷനും ഫുഡും എല്ലാം ഉൾപ്പെടെയുള്ള പാക്കേജാണ്. എല്ലാം ഉൾപ്പെടെ പാക്കേജ്. ഗൈഡും ഉണ്ടാവും. വിത്ത് ഗൈഡ് ഉണ്ടാവും. നമുക്ക് മലയാളത്തിലുള്ള മലയാളികളുണ്ട്, അതേപോലെ എല്ലാ ഭാഷയിലെ ഗൈഡുകളും നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പുതിയ പാക്കേജുകൾ? നമ്മളിപ്പം സൗദി അറേബ്യയിൽ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കേജാണ് നമ്മൾ ഈ റമദാൻ കഴിഞ്ഞിട്ടുള്ള പെരുന്നാളിന് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 18ഓളം ഡെസ്റ്റിനേഷനിലേക്കുള്ള പാക്കേജുകളാണ് അത്. പിന്നെ ആളുകൾ ഇപ്പം പല ആളുകളും ചെറിയ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വലിയ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാ ആളുകളും ആസ്വദിക്കണം. അതായത് ടൂർ എന്ന് പറയുന്നത് നമ്മൾ ഒരു പിന്നെ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ട് ആസ്വദിക്കേണ്ടതല്ല, നമ്മളത് പോയി റിയാലിറ്റി എന്താന്നുള്ള ഫീൽ ചെയ്താണ്. അപ്പോൾ ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നവനും പോകണം, വലിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നവനും പോകണം. അതിൻ്റെ പരമായിട്ട് നമ്മൾ അസർബൈജാന്, ജോർജിയ, ഉസ്ബെക്കിസ്ഥാന്, കസാക്കിസ്ഥാന്, പിന്നെ യൂറോപ്പിലെ 8ഓളം രാജ്യങ്ങൾ ഒരു പാക്കേജ് ആയിട്ട്, ഒറ്റ പാക്കേജിലാണ് ഈ രാജ്യങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 12 രാജ്യങ്ങളാണെങ്കിൽ വേറെ പാക്കേജ്. എത്ര ദിവസത്തേക്കാണ് ഇത്? യൂറോപ്പ് നോക്കുകയാണെങ്കിൽ 12 നൈറ്റും 13 ഡേയ്സുമാണ്. ഈ യൂറോപ്പിൽ തന്നെ അതിൽ കുറഞ്ഞ പാക്കേജ് ഉണ്ട്. അതിൽ കുറഞ്ഞ പാക്കേജ് എന്ന് പറഞ്ഞാൽ 8 നൈറ്റും 9 ഡേയ്സും ആണ്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അത് ആളുകളെ ഫിനാൻഷ്യൽ. ഇപ്പൊ ഈ അസർബൈജാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്ര ദിവസത്തെ പാക്കേജാണ്? 3 നൈറ്റും 4 ഡേയ്സ് ആണ് സ്റ്റാർട്ടിങ്.
അതിന് എത്ര വരുന്നത്? അതിന് വരുന്നത് സ്റ്റാർട്ടിങ് 1200 റിയാലാണ്. 1200 റിയാൽ വിത്തൗട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്. ഓക്കെ, അത് പ്രത്യേകം പറയണം. അതെ, ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ എടുത്തു കൊടുക്കും. അതെ, നമുക്ക് എക്കണോമിക് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ബിസിനസ് ആണെങ്കിൽ തീർച്ചയായും ആളുകളെ വിസ സർവീസിനാണ് വിസ സർവീസ്. അതായത് ചില രാജ്യങ്ങളിലേക്ക് നമുക്ക് ഇക്കാമ ഉള്ളത് കൊണ്ട് തന്നെ ഓണററി വിസ കിട്ടുന്നതാണ്, ആവശ്യമില്ല. മറ്റു ചില രാജ്യങ്ങൾക്ക് വിസന്റെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആവശ്യമായ വിസ സേവനങ്ങൾ നിങ്ങൾ തരും, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഇനി അതിന് പുറമെ സൗദിക്കകത്ത് ഇപ്പൊ സൗദിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ ഇപ്പോൾ പിന്നെ യൂറോപ്യൻസിനും അമേരിക്കൻസിനൊക്കെ സ്വീകരിച്ച് എങ്ങനെ സർവീസ് കൊടുക്കുന്നുണ്ട് അറിയാം. സൗദിക്കകത്ത് ഈ പ്രവാസികൾക്ക് സൗദിയിൽ ഉള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ? തീർച്ചയായും. അതിന്റെ ആദ്യം ഞാൻ പറയുന്ന പറഞ്ഞാല് ഈ സൗദിയുടെ അകത്ത് നമുക്ക് ഈ ടൂറിസം മേഖലയിൽ എവിടെ പോയി കഴിഞ്ഞാലും ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് സൗദി ഗവൺമെന്റ് നമ്മൾ ഓൾറെഡി കൈപ്പറ്റിയതാണ്. അതായത് തെസ്രിയ എന്ന് പറയുന്നത്, തെസ്രിയ നമ്മളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗദിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളിലേക്ക് കാണാനും അതിനെ പറ്റിയിട്ട് നമ്മൾ വിശദീകരിച്ചു കൊടുക്കാനുമുള്ള ആളുകൾ, ഗൈഡ് നമ്മള് കമ്പനിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഒരു രസകരമായ ഒരു സംഭവമാണ്. ഞങ്ങളിപ്പോൾ ജിദ്ദയിലാണ്, ഞാൻ 10-30 വർഷത്തിന്റെ മേലായിട്ട് ജിദ്ദയിലുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകും, സൗദിയുടെ ചില ഭാഗങ്ങളിലേക്കൊക്കെ പോകും, പക്ഷെ ജിദ്ദ ഇതുവരെ കണ്ടില്ല. ജിദ്ദ കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട്. ജിദ്ദക്കാര്, അതായത് പുറത്തുള്ള ആളുകൾ വന്നാണ് ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ഇവിടെ സന്ദർശിക്കും, പക്ഷെ ജിദ്ദക്കാർ ജിദ്ദ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കേന്ദ്രങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി സന്ദർശിക്കാനും അത് വിശദീകരിച്ചു കൊടുക്കാനും ഒക്കെ ഉള്ള ലൈസൻസ് നിങ്ങൾക്കുണ്ടോ? അതിനുള്ള സംവിധാനം? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഞാൻ അടുത്തുള്ള ആളുകൾ ജിദ്ദയിൽ താമസിക്കുന്നതാണ്. നമ്മളൊരു 5 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ബലദ് വരുന്നത്. അതെ, ഈ ബലദ് ഏരിയ, ആ ഹിസ്റ്ററിക്കൽ പ്ലേസിനുള്ളിൽ തന്നെ നമ്മൾ അറിയേണ്ടതും നമ്മൾ കാണാത്തതുമായ കണ്ടമാനം സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ നമ്മളെ കൂടെ ഒരു ട്രിപ്പ്, ഒരു ജിദ്ദ ലോക്കൽ ട്രിപ്പ് പോവുകയാണെങ്കിൽ എന്താണ് ജിദ്ദ, പഴയ ജിദ്ദ എന്താണ്, പുതിയ ജിദ്ദ എന്താണ് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഗൈഡ് അടക്കമുള്ള ഒരു പാക്കേജും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ചില സ്ഥലങ്ങൾക്ക് നമുക്ക് പുറത്തുനിന്ന് ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് ക്രൗഡിനെ കൂട്ടി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അവർക്ക് നിർബന്ധമായിട്ടും തെസ്രിയ വേണം. ആ തെസ്രിയ നിലവിൽ നമുക്ക് അനുവദിച്ചാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞാൽ? തീർച്ചയായും നമ്മളെ നമ്പർ 05088883601, 053743448, 05099906009. അപ്പോൾ എത്രയാണ് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത്? നിങ്ങൾ ജിദ്ദയിലാണെങ്കിൽ ജിദ്ദ കാണണം, അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇനി അല്ല, സൗദിയിലെ മറ്റുള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സൗകര്യങ്ങളും അതും അറേബ്യൻ സ്കൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ പുറമെ 1, 2, 3 ദിവസം ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ഒന്ന് സൗദിക്ക് പുറത്ത് പോയിട്ട്, അതിനിപ്പോൾ ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ എല്ലാ ഏത് രാജ്യങ്ങളും അവിടെയൊക്കെ പോയി വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ അറേബ്യൻ സ്കൈ ട്രാവൽ ആൻഡ് ടൂറിസം ചെയ്ത് തരുന്നുണ്ട്. ഇനി ആരെങ്കിലൊക്കെ സൗദിയിലേക്ക് വിദേശത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വളരെ വിപുലമായിട്ട് ഇവിടുത്തെ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗികമായ ലൈസൻസോട് കൂടി അവരെ സൗദി മുഴുവൻ കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യവും ഇവർക്കുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.